ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂരിൽ മിന്നലേറ്റ് 2 പേർ മരിച്ചു. വേലൂർ സ്വദേശി ഗണേശൻ, കോതകുളം സ്വദേശി നിമിഷ എന്നിവരാണ് മരിച്ചത്. തൃശൂരിലുണ്ടായ ശക്തമായ മഴയിൽ നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങി. ഇക്കണ്ട വാര്യർ റോഡ്, അക്വാട്ടിക് ലൈൻ എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ടുണ്ടായത്. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കരൂപടന മുസഫാരിക്കുന്നിൽ നിന്ന് മാറി താമസിക്കുവാൻ ആവശ്യപ്പെട്ട് 21 വീട്ടുകാർക്ക് പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകിയത് വിവാദമാകുന്നു. മാറില്ലെന്ന നിലപാടിൽ വീട്ടുകാർ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂരിൽ മിന്നലേറ്റ് 2 പേർ മരിച്ചു. വേലൂർ സ്വദേശി ഗണേശൻ, കോതകുളം സ്വദേശി നിമിഷ എന്നിവരാണ് മരിച്ചത്. ഗണേശന് വീടിനുള്ളിൽ വെച്ചാണ് ഇടിമിന്നലേറ്റത്. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. വലപ്പാട് കോതക്കുളത്ത് ഇടിമിന്നലേറ്റ് യുവതി മരിച്ചു. കോതക്കുളം വാഴൂർ ക്ഷേത്രത്തിനടുത്ത് വേളേക്കാട്ട് സുധീറിന്റെ ഭാര്യ നിമിഷയാണ് മരിച്ചത്. ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് അപകടമുണ്ടായത്. വീടിന് പുറത്തുള്ള ബാത്റൂമിൽ വെച്ചാണ് നിമിഷയ്ക്ക് ഇടിമിന്നലേറ്റത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബാത്റൂമിന്റെ കോൺക്രീറ്റ് തകർന്നിട്ടുണ്ട്. ബൾബും ഇലക്ട്രിക് വയറുകളും കത്തിക്കരിഞ്ഞ നിലയിലാണ്. മൃതദേഹം വലപ്പാട് ദയ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതേസമയം എരുമപ്പെട്ടി വേലൂർ കുറുമാലിൽ ഇടിമിന്നലേറ്റ് ഗൃഹനാഥൻ മരിച്ചു. കുറുമാൻ പള്ളിക്ക് സമീപം താമസിക്കുന്ന തോപ്പിൽ വീട്ടിൽ ഗണേശനാണ് മരിച്ചത്. വീടിനകത്തിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഇടിമിന്നലേറ്റത്. മീഡിയ ടൈം, തൃശൂർ. തൃശൂരിലുണ്ടായ ശക്തമായ മഴയിൽ നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങി. ഇക്കണ്ട വാര്യർ റോഡ്, അക്വാട്ടിക് ലൈൻ എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ടുണ്ടായത്. കുന്നംകുളം റോഡിൽ വൻ ഗതാഗത തടസ്സം രൂപപ്പെട്ടു. ശങ്കരയ്യർ റോഡിലും പൂത്തോളിലും കൊക്കാലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. തൃശൂരിൽ പെയ്ത കനത്ത മഴയിൽ നഗരത്തിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വടക്കേ സ്റ്റാൻഡിന് സമീപത്ത് റോഡുകളിലും സ്വരാജ് റൗണ്ടിലും കൊക്കാലയിലും പൂങ്കുന്നത്തും രൂപപ്പെട്ട വെള്ളക്കെട്ട് ജനജീവിതത്തെ ദുസ്സഹമാക്കി. തൃശൂർ അശ്വിനി ആശുപത്രിയിലും നേരിയ തോതിൽ വെള്ളം കയറി. തൃശൂർ വടക്കേച്ചിറയ്ക്ക് സമീപമുള്ള സിറ്റി പോസ്റ്റ് ഓഫീസിലും വെള്ളം കയറി. ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് പോസ്റ്റ് ഓഫീസിൽ വെള്ളം കയറുന്നത്. ഇതോടെ ഓഫീസ് പ്രവർത്തനങ്ങൾ താളം തെറ്റി. തൃശൂർ കുന്നംകുളം റോഡിൽ വൻ ഗതാഗത തടസ്സം രൂപപ്പെട്ടു. ശങ്കരയ്യർ റോഡിലും പൂത്തോളിലും കൊക്കാലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഇന്ന് രാവിലെ 8 മണിയോടെ ആരംഭിച്ച കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും 2 മണിക്കൂർ ശേഷം അല്പം ശമനമുണ്ടായെങ്കിലും തുടരുകയാണ്. മീഡിയ ടൈം, തൃശൂർ. കനത്ത മഴയിൽ ചാലക്കുടി റെയിൽവേ അടിപ്പാതയിൽ വെള്ളം കയറി. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. അടിപ്പാതയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം പുഴയിലേക്ക് പോകാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായത്. അടിപ്പാതയിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകാനായി പുഴയിലേക്കിട്ടിരിക്കുന്ന പൈപ്പ് അടഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. മഴ കനത്തെങ്കിലും പുഴയിൽ ജലവിധാനം കാര്യമായി ഉയർന്നിട്ടില്ല. അതേസമയം ചാലക്കുടി പറയൻതോടിലെ ശുചീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് തോട് പല ഭാഗത്തും കര കവിഞ്ഞൊഴുകി കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറി. പറയൻതോട്ടിലെ കൊളവാഴയടക്കമുള്ളവ തടയണയിലും മറ്റും തങ്ങി നിന്നതോടെ തോട് കര കവിഞ്ഞൊഴുകി. കാരക്കുളത്തു നാടിലേക്കുള്ള റെയിൽ അടിപ്പാതയുടെ ഭാഗത്താണ് കാര്യമായ രീതിയിൽ വെള്ളം ഉയർന്നത്. ഇവിടത്തെ തടയണയിൽ കൊളവാഴയടക്കമുള്ളവ തടഞ്ഞ് വെള്ളം കൃഷിയിടങ്ങളിലേക്ക് കുത്തിയൊഴുകി. നഗരസഭ മഴക്കാല ശുചീകരണ പ്രവർത്തികൾ തുടങ്ങാൻ വൈകിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കർഷകരുടെ ആരോപണം. മീഡിയ ടൈം, ചാലക്കുടി. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കരൂപടന മുസാഫരിക്കുന്നിൽ നിന്ന് മാറി താമസിക്കുവാൻ ആവശ്യപ്പെട്ട് 21 വീട്ടുകാർക്ക് പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകിയത് വിവാദമാകുന്നു. എന്നാൽ ഇവിടെ നിന്ന് മാറി താമസിക്കില്ലെന്ന നിലപാടിലാണ് വീട്ടുകാർ. കുത്തനെയുള്ള ചെരിഞ്ഞ പ്രദേശത്ത് മുൻവർഷങ്ങളിൽ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടാണ് അധികൃതർ നോട്ടീസ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ നിന്ന് മാറി താമസിക്കില്ലെന്ന നിലപാടിലാണ് വീട്ടുകാർ. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ പാരിജാതപുരം ക്ഷേത്രത്തിന് പിറകിൽ മുസാഫരിക്കുന്നിൽ താമസിക്കുന്ന 21 കുടുംബങ്ങളാണ് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നത്. 4ഉം 5ഉം സെന്റിൽ താമസിക്കുന്ന ഇവരുടെ വീടുകൾ 30 അടിയോളം താഴ്ചയിലുള്ള വലിയ കുഴിക്കരിയിലാണ്. കുത്തനെയുള്ള ചരിഞ്ഞ പ്രദേശത്ത് മുൻവർഷങ്ങളിൽ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞിരുന്നു. അംബിക ശശി മൂത്തോളിൽ, മനോഹരൻ വേലപ്പറമ്പിൽ,
സത്താർ പുന്നംപറമ്പിൽ, ഷംസുദ്ദീൻ വലിയകത്ത്, മുഹമ്മദ് കുഴിക്കണ്ടത്തിൽ, സൈനബ കുമ്പളത്ത്, നസീറ അറക്കപ്പറമ്പിൽ, അയ്യപ്പൻ മാണാൻ, സജ്ന തേപ്പറമ്പിൽ, ഐഷാബി തെരുവിൽ, ആത്തിക്ക വെളുത്തേരി, ലുബിന കല്ലുവിള തെക്കേ വീട്ടിൽ, ജാസ്മി പുഞ്ചപ്പറമ്പിൽ, കൊച്ചാമി ഇടപ്പുള്ളി, ശോഭന ചെന്നറ, ഷമീറ ജാഫർ കൊക്കാത്തിലത്ത്, റംല ഹംസ ചീനിക്കാപ്പുറത്ത്, MV പ്രീതി കോഴിപ്പറമ്പിൽ, ലൈല അറക്കൽ, സാജിദ ആലിയം വീട്ടിൽ, ഷക്കീല വാഴപ്പറമ്പിൽ എന്നിവരുടെ കുടുംബങ്ങളോടാണ് മാറി താമസിക്കുവാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ 12, 13 വാർഡുകളിൽ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. മഴ കനക്കുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ളതിനാൽ ഇത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുവാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിരിക്കുന്ന നിർദ്ദേശപ്രകാരമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതരും തെക്കുകര വില്ലേജ് ഉദ്യോഗസ്ഥരും എത്തിയാണ് നോട്ടീസ് നൽകിയത്. മണ്ണിടിച്ചിൽ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നെങ്കിലും നടപ്പിലായില്ല. സംരക്ഷണ ഭിത്തി നിർമ്മിക്കുവാൻ പോലും അധികാരികൾ തയ്യാറാകാത്തതിൽ കുടുംബങ്ങൾ പ്രതിഷേധമറിയിച്ചു. വിഷയത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് കേരള സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറിക്കും ചെയർമാനും 12ാം വാർഡ് മെമ്പർ MH ബഷീർ കത്ത് നൽകിയിട്ടുണ്ട്. സർക്കാരിൽ നിന്നുള്ള ധനസഹായം കൃത്യമായി ലഭിക്കാതെ കടം വാങ്ങി ഭൂമി വാങ്ങിയ സാധാരണക്കാരായ കുടുംബങ്ങൾ നെട്ടോട്ടമോടുകയാണെന്ന് ബഷീർ പറയുന്നു. ഭൂമി തീരെടുത്ത പലരും മാസങ്ങളായിട്ട് ഇങ്ങനെ താലൂക്ക് ഓഫീസും വില്ലേജ് ഓഫീസും കയറി ഇറങ്ങണം. അവർക്ക് ഈ പണം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വീട്ടുകാർ ഇത്തരം പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭൂമി കണ്ടെത്തിയാൽ അവർക്ക് പൈസ കിട്ടും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ലാത്തത് കൊണ്ട് അതും പളിപ്പോകും. വാസ്തവത്തിൽ താലൂക്ക് ഓഫീസ് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസൊക്കെ ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. അവർക്ക് പണം ലഭിക്കാൻ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫോളോ അപ്പ് ഇതിൻ്റെ പിന്നിൽ നിതാന്തമായൊരു ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ചുമതല വഹിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ചെയർമാൻ. വർഷാവർഷം ഇവർക്ക് വന്നിങ്ങനെ നോട്ടീസ് കൊടുക്കും, നിങ്ങൾ മാറി താമസിക്കാൻ. അവരെവിടേക്കാണ് മാറുന്നത്? സാധാരണക്കാരായ 2 സെൻറ്റ് വീട്ടിൽ 2.5 സെൻറ്റ് ഭൂമിയിലൊക്കെ ജീവിക്കുന്ന കൂലിപ്പണിക്കാരായ ജനങ്ങൾ അവരെവിടേക്കാണ് പെട്ടെന്ന് അങ്ങനെ മാറാൻ കഴിയുക? അവർ ഈ കത്ത് കൊടുത്ത് മാറുക എന്നല്ലാതെ. ഞാൻ കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 ദിവസത്തിന് മുമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു കത്ത്, ഒരു സബ്മിഷൻ ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം വന്ന ജനറൽ കമ്മിറ്റിയിൽ ആ കത്ത് അജണ്ടയായിട്ട് വരാൻ പോലും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റോ അതിന് കൂട്ടാക്കിയില്ല. അജണ്ടയായിട്ട് വന്ന് ഒരു പ്രമേയം ഉണ്ടാക്കി ആ പ്രമേയം സംസ്ഥാന ഗവൺമെൻറ്റിനും ജില്ലാ കളക്ടർക്കും കൊടുത്ത് ഈ പദ്ധതി വേഗത്തിലാക്കാനും ജനങ്ങൾക്ക് പണം കിട്ടാനും വേണ്ട പ്രാഥമിക നടപടികൾക്ക് ആക്കം കൂട്ടേണ്ടത് ഈ ഗ്രാമപഞ്ചായത്തല്ലേ. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. ജൂൺ 3 സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി മതിലകത്ത് ട്രാഫിക് നിയന്ത്രണം. കുട്ടികളുടെ സുരക്ഷയ്ക്കായി MLA ഉന്നത യോഗം വിളിച്ചു ചേർത്തു. ട്രാഫിക് പരിഷ്കരണം ഉൾപ്പെടെ നിരവധി തീരുമാനങ്ങളാണ് യോഗത്തിൽ കൈക്കൊണ്ടത്. ജൂൺ 3 സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി മതിലകം സെന്റ് ജോസഫ്, സെന്റ് മേരീസ്, OLFA, MLP പാപ്പിനിവട്ടം, GLP പാപ്പിനിവട്ടം എന്നീ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ED ടൈസൺ MLA ഉന്നത യോഗം വിളിച്ചു ചേർത്തു. സ്കൂളിലേക്ക് കുട്ടികൾ വരുന്ന സമയത്തും പോകുന്ന സമയത്തും പോലീസ്, സ്റ്റുഡന്റ് പോലീസ്, PTA അംഗങ്ങൾ എന്നിവരുടെ മേൽനോട്ടമുണ്ടാകും. സ്കൂളിന് മുന്നിൽ യാതൊരു കാരണവശാലും പാർക്കിംഗ് അനുവദിക്കില്ല. അങ്ങനെ പാർക്ക് ചെയ്യുന്ന വണ്ടികൾക്കും ഡ്രൈവർമാർക്കും എതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. വിദ്യാലയത്തിന്റെ പരിസരത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഊർജിത നടപടി സ്വീകരിക്കും. എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാഫിക് ബോധവൽക്കരണ ക്ലാസുകൾ കൊടുക്കും. സ്കൂൾ വിടുന്ന സമയങ്ങളിൽ ക്രമീകരണം ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളിലാണ് തീരുമാനമായത്. യോഗത്തിൽ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, വൈസ് പ്രസിഡന്റ് TS രാജു, വാർഡ് മെമ്പർ ജെൻഡ്രീൻ, മതിലകം SHO നൌഫൽ K, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സെന്റ് ജോസഫ് പ്രധാന അധ്യാപകൻ മുജീബ്, PTA പ്രസിഡന്റ് KS ആസീസ്, AM IUP പാപ്പിനിവട്ടം സ്കൂൾ മാനേജർ സൈഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, കയ്പമംഗലം. അപൂർവ രോഗം ബാധിച്ച നിർധനനായ വിദ്യാർത്ഥി യുവാവ് ചികിത്സാ സഹായം തേടുന്നു. എറിയാട് വാലത്തറ ദിനകരൻ മകൻ ആദിൻ എന്ന 17-കാരനാണ് സുമനസുകളുടെ സഹായം തേടുന്നത്. ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. എറിയാട് വാലത്തറ ദിനകരൻ മകൻ ആദിൻ ഗുരുതരമായ അപൂർവ ക്രോൺസ് അസുഖം ബാധിച്ച് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണ്. ഒരു ദിവസം
40,000 രൂപ ചികിത്സ ചെലവ് വരും. അത് 1 മാസം തുടരണം. അതിനുശേഷം 15 ലക്ഷം രൂപ ശസ്ത്രക്രിയയ്ക്കും വേണം. ആകെ 30 ലക്ഷം രൂപ അടിയന്തര ചികിത്സയ്ക്കായി വേണം. നിർധനരായ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ തുക. യുവാവിനെ സഹായിക്കാൻ താല്പര്യമുള്ള സുമനസ്സുകൾ ആദിന്റെ അമ്മയുടെ 8156899473 ഗൂഗിൾ പേ നമ്പർ വഴി സഹായം അയക്കാം. ചികിത്സ സഹായ നിധി രൂപീകരണ യോഗത്തിൽ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ചെയർമാൻ, കൺവീനർ ഉണ്ണി പിക്കാസോ, CS രതീഷ്, CP തമ്പി, രമ്യ, പ്രദീപ്, റിനീഷ്, സുധി, വിബീഷ്, സിജിൽ, രസിത പ്രിൻസ്, അബിത പിബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം MLA ET ടൈസൺ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ എന്നിവരാണ് രക്ഷാധികാരികൾ. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. കനത്ത മഴയിൽ മതിലകത്ത് വീട് തകർന്നു വീണു. മതിലകം 11-ാം വാർഡിൽ കഴുവിലങ്ങ് തോപ്പിൽ ബാബുവിന്റെ ഓടിട്ട വീടാണ് തകർന്നു വീണത്. ഇന്ന് രാവിലെ 10 മണിയോടെ പെയ്ത കനത്ത മഴയിലാണ് വീട് തകർന്നത്. സംഭവ സമയം വീട്ടിൽ ആളുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തിയിരുന്നു. കനത്ത മഴയിൽ അന്നമനടയിൽ വീടുകളിൽ വെള്ളം കയറി. അന്നമനട മാർക്കറ്റ് റോഡിലും അതിരക്കാട് ലക്ഷം വീട് കോളനിയിലെ 200ഓളം വീടുകളിലുമാണ് വെള്ളം കയറിയത്. അമ്പലനട, കല്ലൂർ ചന്തകളിൽ നിന്നുമുള്ള വെള്ളമാണ് വീടുകളിലേക്ക് ഒഴുകിയെത്തുന്നത്. കാന കവിഞ്ഞൊഴുകിയാണ് വെള്ളം എത്തുന്നത്. ശക്തമായ മഴ പെയ്യുമ്പോൾ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വെള്ളം കയറുകയും വെള്ളക്കെട്ടും ഉണ്ടാകുന്ന അവസ്ഥയാണ്. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് ഇടിമിന്നലിൽ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തി നശിച്ചു. വീടിന് കേടുപാട് സംഭവിച്ചു. പുല്ലൂറ്റ് പന്തലാലുക്കൽ ക്ഷേത്രത്തിന് സമീപം നാലുമാക്കൽ പ്രേംലാലിന്റെ വീട്ടിലാണ് നാശനഷ്ടമുണ്ടായത്. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. ശക്തമായ ഇടിമിന്നലിൽ വീട്ടിലെ TV, ഫാനുകൾ തുടങ്ങിയവ കത്തി നശിച്ചു. ഇലക്ട്രിക് സ്വിച്ചുകൾ പൊട്ടിത്തെറിച്ചതായും വീട്ടുകാർ പറഞ്ഞു. വീടിന്റെ ടെറസിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണുകാടൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. ബെന്നി ബെഹന്നാൻ MP, BR സുനിൽകുമാർ MLA, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, ഫാദർ ജോർജ് പാറേമൻ, ഹൈസ്കൂൾ പ്രധാന അധ്യാപിക KP റീന, ബാബു പാറേക്കാട്, PTA ഭാരവാഹികൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി മുതൽ 7ാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കാണ് കുട, ബാഗ്, നോട്ട്ബുക്കുകൾ എന്നിവ വിതരണം ചെയ്തത്. ബാങ്ക് പ്രസിഡന്റ് BM വത്സൻ അധ്യക്ഷത വഹിച്ചു. ബോർഡ് മെമ്പർ KV ഡേവിസ്, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ നബീസത്ത് ജലീൽ, പഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് നെല്ലിശ്ശേരി, ഉഷ ബാലൻ, ബാങ്ക് സെക്രട്ടറി NS സനുഷ എന്നിവർ സംസാരിച്ചു. വീട്ടിൽ വ്യാജ ചാരായം നിർമ്മിച്ച കേസിൽ ഒരാളെ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തു. പരിയാരം മണലായി വേങ്ങൂരാൻ വീട്ടിൽ റിജുവാണ് അറസ്റ്റിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും 10 ലിറ്റർ വ്യാജ ചാരായവും 80 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടിലെ അടുക്കളയിൽ നിന്നും ഇവ പിടിച്ചെടുത്തത്. സ്വന്തം ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായാണ് വ്യാജ ചാരായം നിർമ്മിക്കുന്നതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ജെയ്സൺ ജോസ്, KN സുരേഷ്, EP ദിബോസ്, PP ഷാജി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പുത്തൻചിറ നന്മ കണ്ണിക്കുളങ്ങരയുടെ നേതൃത്വത്തിൽ ഹൃദ്യം പരിപാടി കണ്ണിക്കുളങ്ങര NSBV LP സ്കൂളിൽ നടന്നു. വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം, കലാകായിക പ്രതിഭകൾക്ക് ആദരം, ഫ്രണ്ട്സ് കണ്ണിക്കുളങ്ങരയ്ക്ക് അനുമോദനം, NSBV LP സ്കൂളിലേക്ക് പഠനോപകരണ വിതരണം എന്നിവ ഹൃദ്യം 2024ന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ VA നദീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി +2 പുരസ്കാര സമർപ്പണം നടത്തി. ഫാദർ പോളി കണ്ണുകാടൻ മുഖ്യാതിഥിയായിരുന്നു.
സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് VS അരുൺരാജ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സംഗീത അനീഷ്, വാസന്തി സുബ്രഹ്മണ്യൻ, സ്കൂൾ HM സിന്ധു, CK യുദ്ധി വിജയൻ, ശൈല പ്രകാശൻ, MK കാഞ്ചന എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെഫി മൂസ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക്, KS ഷുഹൈൽ, CJ ജോഷി, PA അനസ്, KA അഫ്സൽ, ഗഫൂർ, നഫിദ, BB ജാബിർ എന്നിവർ സംസാരിച്ചു. അർഹരായ 500ഓളം വിദ്യാർത്ഥികൾക്കാണ് ചടങ്ങിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. കയ്പമംഗലം നിയോജക മണ്ഡലം വിദ്യാഭ്യാസ സമിതി അക്ഷര കൈരളിയുടെ നേതൃത്വത്തിൽ E.T. ടൈസൺ MLA നൽകുന്ന വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് ജൂൺ 2-ന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കയ്പമംഗലം മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ നിന്നും SSLC+2 VHSC പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും LSS, USS, NMMS വിജയികളെയും ചടങ്ങിൽ ആദരിക്കും. മണ്ഡലത്തിലെ 100% വിജയം നേടിയ വിദ്യാലയങ്ങൾക്കും പ്രത്യേക പുരസ്കാരം സമ്മാനിക്കും. E.T. ടൈസൺ MLA, സംഘാടക സമിതി ചെയർപേഴ്സൺ സീനത്ത് ബഷീർ, കൺവീനർ VK മുജീബ് റഹ്മാൻ, അക്ഷര കൈരളി കോർഡിനേറ്റർ TS സജീവൻ, മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, പഞ്ചായത്ത് മെമ്പർ OA ജെൻട്രിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂരിൽ മിന്നലേറ്റ് 2 പേർ മരിച്ചു. വേലൂർ സ്വദേശി ഗണേശൻ, കോതകുളം സ്വദേശി നിമിഷ എന്നിവരാണ് മരിച്ചത്. തൃശൂരിലുണ്ടായ ശക്തമായ മഴയിൽ നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങി. ഇക്കണ്ട വാര്യർ റോഡ്, അക്വാട്ടിക് ലൈൻ എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ടുണ്ടായത്. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കരൂപ്പടന മുസഫാരിക്കുന്നിൽ നിന്ന് മാറി താമസിക്കുവാനാവശ്യപ്പെട്ട് 21 വീട്ടുകാർക്ക് പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകിയത് വിവാദമാകുന്നു. മാറില്ലെന്ന നിലപാടിൽ വീട്ടുകാർ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.